ഇവിടെ നമ്മുടെ അച്ഛനാണ്. നമ്മുടെ അച്ഛൻ ഇവിടെ പണിക്കത്ത് നാരായണ നമ്പൂതിരി അദ്ദേഹം കഴിച്ചു പോയി. അത് തങ്കമ്മ എന്ന് പറയും. നമ്മുടെ അമ്മ അമ്മയുടെ പേര് പണിക്കത്ത് തങ്കം. ഒരു പേര് പറഞ്ഞാറ്. ഹായ് ഫ്രണ്ട്സ്, ശാരിക വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂരിലെ അതിപുരാതനമായ കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പണിക്കത്ത് തറവാട്ടിലേക്കുമാണ്. ഈ പണിക്കത്ത് തറവാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മുടെ രചനാ നാരായണൻകുട്ടി ജനിച്ചു വളർന്ന വീടാണ്. നമ്മുടെ MP കെ മുരളീധരൻ സാറിൻ്റെ ബന്ധുവീടും കൂടിയാണ്. പിന്നെ ഒരുപാട് സിനിമയും പരസ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത വീടാണിത്. ഈ തറവാട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴമയും പുതുമയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു തറവാടും കൂടിയാണ്. ഇപ്പോൾ ഈ തറവാട്ടിൽ താമസിക്കുന്ന രചന ചേച്ചീൻ്റെ ബന്ധുവായ ഓമന ചേച്ചി അവരുടെ ഹസ്ബൻഡ് രാമകൃഷ്ണൻ ചേട്ടനുമാണ്. അപ്പോൾ നമുക്ക് തറവാടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ പണിക്കത്ത് തറവാട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു തറവാട് പൊളിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറയിലെ ആളുകൾക്ക് ഈ വീടൊക്കെ കൊണ്ടുനടക്കാൻ പ്രയാസമായതുകൊണ്ടായിരിക്കും പൊളിക്കുന്നത്. പക്ഷേ എനിക്ക് ഇത്തരം വീടുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ വീടൊക്കെ പൊളിക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. പക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്ന പണിക്കത്ത് തറവാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴമ നിലനിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയൊരു തറവാട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയായി അമ്പലത്തിൻ്റെ ചുറ്റും കാണാൻ. കാരണം രണ്ട് സൈഡിൽ നെൽപ്പാടാണ്. അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു നീണ്ട റോഡാണ് അമ്പലത്തിലേക്ക്. ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് അമ്പലത്തിൻ്റെ മുന്നിൽ വലിയൊരു ആൽമരമുണ്ട്. അതിൻ്റെ മുന്നിലേക്കാണ് ഈ റോഡ് നേരെ ചെന്നെത്തുന്നത്. അപ്പോൾ ആ വലത് സൈഡിൽ കാണുന്നതാണ് അമ്പലത്തിൻ്റെ സ്റ്റേജ്. ശരിക്കും ഇവിടെ എന്തെങ്കിലും അമ്പലത്തിൽ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഇരിക്കാൻ നല്ല സൗകര്യമായിരിക്കും. ഇവിടെ മുന്നിൽ വലിയ പാടായതുകൊണ്ട് കാണാൻ കുറേ മരം കൊണ്ടുള്ള ചെറിയ ചെറിയ തൊട്ടിൽ, അതിലിങ്ങനെ പാവക്കുട്ടീനെയൊക്കെ വെച്ചിട്ട് കെട്ടി തൂക്കിയിട്ടുണ്ട്. പരിപാടി കണ്ടാറുണ്ട്. ഇത് ഏത് മാസം ഉണ്ടാവാറ്?
നടുവിലായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. ഒരുപാട് ഭംഗിയുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ സമയം വൈകിയതുകൊണ്ട് ക്ഷേത്രം അടച്ചു പോയിട്ടുണ്ട്. വലിയൊരു ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട് അവിടെ. അമ്പലത്തിൻ്റെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവർ വേറെ എന്തോ ഒരു ആവശ്യമുണ്ട്, അമ്പല സംബന്ധമായ എന്തോ ഒരു ആവശ്യം നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ അതിനിടയിൽ നമ്മൾ കയറി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയില്ലല്ലോ. ഇപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, കുറേ കോഴിക്കുഞ്ഞുങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങി നോക്കണമെന്ന്. 3 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാ? ഇതെങ്ങനെയായിട്ടും വണ്ടിയിൽ കൊണ്ടുവരുന്നതാ? എവിടെയാണ് സ്ഥലം? എവിടെയാ? നാമക്കൽ. അപ്പം ലോറിയിൽ കൊണ്ടുവന്നിട്ട് പെയിന്റർ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ വിളിച്ചാൽ ഓടി വരൂ. ഇതെന്ത് തീറ്റയായിട്ടും കൊടുക്കുന്നത്? എന്താ തിന്നുന്നത്? റാഗി. റാഗിയാ കൊടുക്കുന്നത്. നമ്മൾ വഴി ചോദിച്ച് അവസാനം വഴി ചോദിച്ചെത്തിയത് പണിക്കത്ത് തറവാട്ടിലെ ഓമൻ ചേച്ചീൻ്റെ സിന്ധു ചേച്ചീൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവസാനം നമ്മൾ പണിക്കത്ത് തറവാടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കയറി നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അത്താണി മിണാലൂർ എന്നല്ലേ പറഞ്ഞേ? മിണാലൂർ എന്ന് പറഞ്ഞ അണിക്കത്ത് തറവാട്ടിലാണ്. ഈ തറവാടിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് ഏട്ടനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. എന്തായിരുന്നു ഏട്ടൻ്റെ പേര്? എൻ്റെ പേര് രാമകൃഷ്ണൻ നായർ. അപ്പോൾ ഇത് എത്ര വർഷം പഴക്കമുള്ള വീടാണ്? ഏകദേശം 70 വർഷമായി ഉണ്ടാവും. 70 വർഷം അല്ലേ? ഇവിടെ ഇപ്പം നിൽക്കുന്നത് ആരാണ്? ഞാനും എൻ്റെ വൈഫും. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഈ തറവാട്ടിലത്തെ നമ്മുടെ മകളാണ്. പിന്നെ ഈ തറവാട് കയറ്റിയത് ആൾ ഇവിടെ നമ്മുടെ അച്ഛനാണ്. നമ്മുടെ അച്ഛൻ ഒരു പണിക്കത്ത് നാരായണ നമ്പൂതിരി പറയും. അദ്ദേഹം കയറ്റി വീടണം. അവർക്ക് 2 ആൺമക്കളും 3 പെൺമക്കളും. 2 ആൺമക്കൾ എല്ലാവരും ഭാഗം കഴിഞ്ഞ് പോയി. അവസാനം ഈ വീട് ഞങ്ങളോട് എടുത്തോളം പറഞ്ഞു. അപ്പം എനിക്ക് ഈ പഴയ വീടിനോട് കുറച്ച് ആഗ്രഹമുള്ള ആളാണ്. എൻ്റെ പേരിൽ ഇത് ഞങ്ങളെടുത്തു. കുറേ പൈസ ചിലവാക്കി റിനോവേറ്റ് ചെയ്തു. അപ്പോൾ ആ പഴയ എന്താ പറയണ്ട പഴമ നിലനിർത്തിക്കൊണ്ടിങ്ങനെ പോകുന്നു. എത്ര കാലം ഇങ്ങനെ പോകുമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ കാലം ഞാൻ കുട്ടികളുടെ കൈ കിട്ടുമോ, അവരൊക്കെ എന്താ ചെയ്ത് തച്ചടച്ച് കളയുമെന്നൊക്കെ അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ സ്വലക സാമിക ഇത് വിൽ റിമൈൻ ലൈക്ക് ദിസ്. അങ്ങനെ നമ്മൾ ഉള്ള കാലത്തോട് ഇങ്ങനെ നിലത്തിന്റെ ഒക്കെ ഏട്ടൻ പറഞ്ഞല്ലോ അല്ലേ? ഏട്ടൻ മാറ്റി ഞങ്ങൾ റൂഫിന് യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ഞങ്ങൾ ഫ്ലോർ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ബാത്റൂമുകൾ കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് മോഡലാക്കി. പിന്നെ
പഴയ വീടാകുമ്പോൾ കുറേ റൂമുകളൊക്കെ വളരെ ചെറുതായിരുന്നു. ചെറിയ റൂമ്. അപ്പോൾ കുട്ടികളാണ്, എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ കല്യാണം കഴിച്ചു കൊടുത്താൽ അവർ കുട്ടികളൊക്കെ വരുമ്പോൾ സൗകര്യം പോരാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ ബാക്കിലോട്ട് ഒരു 1300 സ്ക്വയർ ഫീറ്റ് അഡീഷണൽ ആയിട്ട് എടുത്തു. ലേറ്റസ്റ്റ് മോഡലിൽ 2 ബെഡ്റൂം 2 ബാത്റൂം, ഓവൻ ഇരിക്കണം ബാത്റൂം കേട്ടിട്ട് ഞങ്ങൾ എടുത്തു. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ കുട്ടിയോട് പോയാൽ ഞാനും എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ വൈഫ്, ഓമന എന്ന് പറയും. ചേച്ചീൻ്റെ വീടാണെന്ന് ചേട്ടൻ പറഞ്ഞല്ലേ? അമ്മേൻ്റെ തറവാട്. ഇപ്പൊ ചേച്ചിക്കാണ് ഇത് കിട്ടിയത് എന്ന് പറഞ്ഞല്ലേ? ഈ വീട്ടിലുണ്ടായിരുന്ന പഴയ ഓർമ്മകളൊക്കെ എന്ന് പറയാൻ പറ്റും ചേച്ചിക്ക്? പിന്നെ കുറെ 10-200 പേർക്ക് കൃഷി ഉണ്ടായിരുന്നു. കുറെ പണിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്ഥലം പാലക്കാടാണ്. ഞങ്ങൾ ചെറുപ്പം പഠിച്ചതൊക്കെ അവിടെയാണ്. തിരിച്ച് കോളേജ് ഇവിടെ വന്ന് ചേർന്നു. വ്യാസ കോളേജിലാണ് ചേർന്നത്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഗൾഫിൽ 17 വയസ്സിൽ ഇവിടെ നോക്കിയിട്ടേ പോകുള്ളൂ. ഇതുകൊണ്ട് വീട് കാണാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അത് വളരെ റെയറാണ്, കാണാൻ പറ്റില്ല. താമസിക്കാറില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ചില ഈ തറവാട് വീട്ടിലെ പിന്നെ ബാക്കിലൊരു കുളം ഉണ്ടായിരുന്നു. അത് താമരക്കുളം. ബാക്കിൽ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളമൊക്കെ ഇപ്പോൾ ഏകദേശം നമുക്ക് വൃത്തികളെ കിടക്കുക. കാരണം ആരും ഇല്ല ഇവിടെ ഉപയോഗിക്കാൻ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. കുട്ടികളൊക്കെ വെക്കേഷനിൽ വരും, അത് കഴിഞ്ഞ് അവർ പോവും. പിന്നെ ഞങ്ങൾ 2 പേരുണ്ട്. പിന്നെ ഞങ്ങൾ അധികം കുറച്ച് ഇവിടെ നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാലക്കാട് വീടുണ്ട്. അപ്പോൾ അവിടെ പോയി. അല്ല അതിപ്പോൾ ലേറ്റസ്റ്റ്. അത് എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റിയതാണ്. ഇവിടെ സുഖമാണ്. ഇവിടുത്തെ സുഖം ഒന്നും അവിടെ കിട്ടില്ല. വേനൽക്കാലത്ത് പ്രത്യേകിച്ച്. ഞാൻ അങ്ങനെ ചില വീടൊക്കെ ഷൂട്ട് ചെയ്യും. എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടോ, എല്ലാവരും ഇങ്ങനെ കുറേ മെസ്സേജ് അയക്കും, ഈ പഴയ തറവാട് വീടൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് അതൊന്ന് കണ്ട് ഷൂട്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഏട്ടനിലേക്ക് എത്തിയത്. ആ ഇത് 10,000 പറയും. അത് പൊളിച്ചിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങോട്ട് കയറിയ അവിടെ ഒരു ബെഡ്റൂം അതേപോലെ തന്നെ പുതുതായിട്ട് എടുത്തതാണ് വീടിൻ്റെ ബാക്കോട്ട് തന്നെ. അപ്പോൾ ഇവിടുന്ന് ഏട്ടൻ പറയും ഇത് പഴമയും പുതുമയും കൂടെ കൂടിയൊരു വീടാണ് എന്നേ. ഈ റൂമും കാര്യങ്ങളും പണ്ടതൊക്കെ ചെറിയ ചെറിയ റൂമുകളായതുകൊണ്ട് ഇത് മാറ്റിയിട്ടൊക്കെ ഇവിടെ പുതിയ റൂം എടുത്തതാണ്. ഇത് ഇവിടുത്തെ മൂത്ത ചേച്ചീൻ്റെ ഫോട്ടോയാണ്. ഇവര് കോഴിക്കോടേക്കാണ് കല്യാണം കഴിച്ചത്. അവരെ 2 മക്കളെ ഫോട്ടോയാണ്. രണ്ടാമത്തെ മോള് തൊഴിലുള്ളത്. കുറെ മരമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കില്ലേ? വേറെ ഒന്നുമല്ല, എല്ലാം തേക്കൂട്ടാണ്. തേക്കുകൊണ്ടല്ലേ? ഇതാരാണ്? ഇതാണോ ഇവരുടെ എൻ്റെ വൈഫിൻ്റെ? അവരാണ് ഇവരുടെ തറവാടാണത്. ഇവരെ എൻ്റെ വൈഫിൻ്റെ. അപ്പൊ ഇതാണ് തറവാടിന്റെ യഥാർത്ഥ അവകാശികൾ. വിലാസിനിമ എന്ന് പറയും.
പറഞ്ഞിട്ട് വിലാസിനി ഞങ്ങൾക്ക് ഒരു പറഞ്ഞ വിലാസിനി ദേവകിയോ അങ്ങനെ വേറെ ആരുണ്ടോ? പിന്നെ വേറൊരു സൗദാമിനിയുണ്ട്, 3 പെണ്ണുങ്ങൾ. വേറൊരു ചേച്ചിന്റെ പേര് പറഞ്ഞു. അതുകൊണ്ട് പണിക്കത്ത് അത് ദേവകിയമ്മ അത് മരിച്ചുപോയി. അവിടെ ഒരു വീട് ഞങ്ങൾ കണ്ട്. നടുവിൽ പണിക്കത്ത് പറയും. ഇത് ആദ്യമുള്ള പൂജാ റൂം തന്നെയല്ലേ? ഈ ഭാഗത്തൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഈ ഫ്ലോറിങ്ങും ചെയ്തില്ല. അങ്ങനത്തെ കിണറുണ്ടോ? പണ്ട് ഒരുപാട് പേര് ഭക്ഷണം കഴിച്ച സ്ഥലമായിരിക്കും അല്ലേ? ഇതിപ്പോ സുഖ വീടിന്റെ വിട്ട കിച്ചൺ ആയതുകൊണ്ടല്ലേ വീടിനെ ബാധിക്കുന്നേ ഇല്ലല്ലോ. ഫ്രൈ ചെയ്ത സ്മെല്ലൊന്നും വരില്ല. ഇവിടെ ഓ ഇത് പഴയ ഞങ്ങൾ ഇവിടെയൊക്കെ കിണറ് വെള്ളം പറ്റിയ കല്ലാണല്ലേ? ഇത് പുതിയതുണ്ടാക്കിയതാ? പഴയതിന്റെ പോലെ അത്ര വൃത്തി വന്നില്ല. കുറച്ചിങ്ങനെ വലിപ്പം കൂടിയ കുറച്ചും കൂടെ ചെറുതാണല്ലോ അല്ലേ? നല്ല മറ്റത് അത്രയുണ്ട്. ഇത് ആ പഴയതായപ്പോ പുതിയ വെച്ചാന്ന് പറഞ്ഞേ. പുതിയ ആളുകൾക്ക് ചിലപ്പോ ആ പഴയ ഇതിലൊന്നും ഉണ്ടാക്കാറില്ല. ഒരു കൊറേ ആശാരിയോട് ചോദിച്ചിട്ടാണ് ഇത് അറിയുന്നത്. ഇവിടെ പണിക്ക് വരുന്ന കിടക്കാൻ 10-30 വർഷമായിട്ട് പഴയ അടുപ്പായിരിക്കും. അതൊന്നും ഉപയോഗിക്കാറില്ല. അടുപ്പൊന്നും ഉപയോഗിക്കില്ല. പാത്രം കഴുകുന്നല്ലേ പണ്ടൊക്കെ ഒന്നിപ്പോ ഒന്നും ഉപയോഗിക്കില്ല. ഇനിയിപ്പോ ഇതൊക്കെ ഇപ്പൊ പൊളിച്ചും വേണം മഴ കഴിഞ്ഞിട്ട്. ചേച്ചിക്ക് ഇതൊക്കെ ഭയങ്കര മെമ്മറീസ് ആണല്ലോ അല്ലേ? ട്രെയിനൊക്കെ പോണത് ഇവിടെ ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തറവാട് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ ഓമന ചേച്ചി രാമകൃഷ്ണൻ ചേട്ടനൊക്കെ ഭയങ്കര സഹകരണമായിരുന്നു. തറവാടിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പറയുക ഒരു പ്രശ്നമില്ലാതെ തന്നെ പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.